അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുർത്തസിം ഖാൻ്റെ അമ്മ മീറബും മുർത്തസിമുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തത് ആൾക്കാരെ അറിയിക്കുകയാണ് ഓളെ ബർത്ത്ഡേൻ്റെ നേരം. ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടായിരിക്കും ഉണ്ടാവുക. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അതും മുർത്തസിമിനും മീറബിനും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ ഇഷ്ടമല്ല. മീറബിൻ്റെ അച്ഛൻ്റെ പേര് വക്കാസാണ്. അവരും വക്കാസങ്ങളും ഒക്കെ ഹയക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് തലകറങ്ങുന്നതൊക്കെ പോലെ എല്ലാവരും ഭയങ്കര ഷോക്കായിട്ടാണുള്ളത്. ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നും കൂടെ അറിയില്ല. ഹയ ഇങ്ങനെ മുർത്തസിം ഖാൻ്റെ അനിയത്തിയുടെ പേര് മറിയം എന്നാണ്. അപ്പോൾ മറിയത്തിൻ്റെ കൂടെ ഇങ്ങനെ അവളുടെ ഒരു സങ്കടം പറയാം, എന്താ ഞാൻ ഇപ്പോൾ കണ്ടത്, ഇതെന്താ, അപ്പോൾ എൻ്റെ ഇഷ്ടമോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മുർത്തസിമിനാന്നൊക്കെ ഉള്ള നിങ്ങൾക്കൊക്കെ അറിയില്ല എന്നുള്ള രീതിയിൽ അവളിങ്ങനെ സംസാരിക്കുക. മുർത്തസിം ഖാനാണ് ഭയങ്കര ദേഷ്യം. അവന് അവിടുത്തെ വാതിലും ഒക്കെ തല്ലിപ്പൊടിച്ച് അവൻ്റെ റൂമിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. മീറബാണെങ്കിൽ അതിൻ്റെ അപ്പുറം ഓക്ക് മുർത്തസിമിൻ്റെ അമ്മ കൊടുത്ത വളയൊക്കെ എടുത്ത് ചാടി ആകെപ്പാട് ഷോക്കായിപ്പോയി. പിന്നെ മറിയയും ഹയയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഹയ എല്ലാം കൂടെ കിളിപോയ അവസ്ഥയിലാണല്ലോ. മറിയം ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ വക്കാസ് അങ്കിള് വന്നിട്ട് മീറബിൻ്റെ അച്ഛൻ വന്നിട്ട് വളയൊക്കെ എടുത്ത് ഒരു സൈഡിൽ വെച്ച് എന്നിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് നമ്മൾ നല്ല ബന്ധമാണ് എന്നൊക്കെ. മുർത്തസിമാണെങ്കിൽ നേരെ അമ്മയുടെ അങ്ങളുടെ അടുത്ത് വന്നിട്ട്, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഓളെ കല്യാണം കഴിപ്പിക്കാനോ അല്ലാതെ എൻ്റെ കല്യാണം ഫിക്സ് ചെയ്യാനല്ല, ഓളും ഞാനുമായിട്ടുള്ള കല്യാണം അല്ല നടത്താൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മുർത്തസിം ഇങ്ങനെ ചൂടായിട്ട് പറയും. എന്നിട്ട് മുർത്തസിം ഇങ്ങനെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും കല്യാണം നടക്കില്ല, നിങ്ങൾ പറഞ്ഞേക്കിയ ആൾക്കാരോടൊക്കെ ഞാൻ എന്തായാലും അയ്യോ അത്രയും ഒരു സംസ്കാരമില്ലാത്ത കുട്ടീനൊന്നും ഞാൻ കേട്ടത്തില്ല. ഓക്ക് ഇത്തിരി വിവരമുണ്ടോ, ഓക്ക് ഫാമിലീൻ്റെ ഇതെന്താ ഒന്നും ഓക്കറിയില്ല, ഓളെന്ന് ഞാൻ എന്തായാലും കേട്ടില്ല എന്നൊക്കെ പറയും. പിന്നെ ഇവിടെയാണെങ്കിൽ മറ്റു സൈഡിൽ ഹയൻ്റെ ഓരോരോ ഇത്. അങ്ങനെ മീറബിൻ്റെ അടുത്ത് അവളെ അച്ഛനും അമ്മയും ഇങ്ങനെ വന്ന് സംസാരിക്കുക, എന്താ മോളെ അതിനിപ്പോൾ എന്താ, മുർത്തസിം നല്ല ചെക്കനല്ലേ, അവനെന്താ ഒരു പ്രശ്നം എന്നൊക്കെ പറയും. അന്നേരം ഇവൾ പറഞ്ഞു കൊടുക്കും, എനിക്കവനെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് എത്രമാത്രം അറിയാം ഞാൻ ഇവിടെ എത്രമാത്രം വെറുക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയരുത് എന്നൊക്കെ മീറബും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇത് എൻ്റെ ലൈഫല്ലേ, എനിക്ക് എൻ്റെ ലൈഫിൽ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനമൊന്നുമില്ലേ, എൻ്റെ ലൈഫിൽ ഞാനല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എന്നൊക്കെ ഇവിടെ മീറബും ഇങ്ങനെ പറഞ്ഞ് ഇവരെ മനസ്സിലാക്കാൻ നോക്കുകയാണ്. പിന്നെ ഇവർ ഇമോഷണലല്ല. വക്കാസ് മീറബിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയും, എനിക്ക് നിൻ്റെ മേലൊരു റൈറ്റ് ഇല്ലേ മീറബ്, അതും നീ നിഷേധിക്കുമോ, എന്തായാലും എൻ്റെ ആഗ്രഹപ്രകാരമാണ് നീ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം മീറബിനാണെങ്കിൽ ഒക്കെ അങ്ങനെ ഇഷ്ടമാണല്ലോ ഓളെ അച്ഛന്, പക്ഷേ സ്വന്തം കാര്യം ഇതിലൊരു ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ്സ് ഒക്കെ ഇല്ലേ എന്നുള്ള ഇതിൽ ഓളങ്ങനെ നിൽക്കുമായിരിക്കും. മുർത്തസിമാണെങ്കിൽ നേരെ മറിച്ച് എന്തായാലും കല്യാണം നടക്കില്ല, നിങ്ങൾ എല്ലാവരെയും വിളിച്ച് പറഞ്ഞേക്ക് നടക്കില്ല എന്ന്, കാരണം നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ള ഇതിലാണ് മുർത്തസിമുള്ളത്. ഈ അങ്കിളൊക്കെ ആണെങ്കിലും ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിക്കുക എന്നല്ലാണ്ട് അങ്കിള് ഇങ്ങനെ പറയും, നമ്മുടെ മോൾ തന്നെയല്ലേ എന്ന് പറയും. അന്നേരം മുർത്തസിം പറയും, നമ്മുടെ മോളല്ല നിങ്ങളെ മോൾ, ഈ ഫാമിലിയുടെ മോൾ, പക്ഷേ എനിക്ക് ഓളുമായിട്ടൊരു ബന്ധമില്ല, എന്തായാലും ഞാൻ ഓളെ കല്യാണം കഴിക്കത്തില്ല എന്നുള്ള ഇതിൽ മുർത്തസിം ഖാൻ ഉറച്ചു നിൽക്കും. കാരണം ഒരു രണ്ടാൾക്കും ഒരു കമ്പാറ്റബിലിറ്റി ഇല്ല എന്നാണ് അവർ പറയുന്നത്. അന്നേരം അമ്മ ചോദിക്കും, നിനക്ക് എൻ്റെ തല താഴ്ത്തി കെട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന് ചോദിക്കും. അന്നേരം പറയും, നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും ഇത് കല്യാണം നടക്കത്തില്ല എന്നൊക്കെ ഇവനും ഉറപ്പിച്ചു പറയും. അങ്ങനെ മുർത്തസിം ഖാൻ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഹയ ഉണ്ടാവും ഓൻ്റെ റൂമിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഹയ ഇങ്ങനെ മുർത്തസിം ഇങ്ങനെ ഉറങ്ങുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരിക്കും. എണീക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവൻ്റെ ചെരുപ്പൊക്കെ ഇങ്ങനെ എടുത്ത് നേരെയൊക്കെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മുർത്തസിം എണീക്കുന്ന സമയത്ത് അവന് ചെരുപ്പിടാൻ നോക്കുന്ന സമയത്ത് കാല് വെച്ച് ചവിട്ടിപ്പോവും. അപ്പോഴാണ് ഹയ അവിടെ ഉള്ളത് തന്നെ അവൻ അറിയുന്നത്. എന്നിട്ട് ഹയ ഇങ്ങനെ പറയും, ഇങ്ങനെ എന്നോട് ചെയ്യരുത് മുർത്തസിം, എനക്കറിയാലോ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ആ മീറബിനാണ് നിന്നെ ഇഷ്ടവും കൂടുതലല്ലോ, പിന്നെ നിങ്ങൾ എന്താ കളിക്കുന്നത്, എന്താ ഇവിടെ നടക്കുന്നത്, എന്താ ഓക്ക് എന്നെക്കാട് സൗന്ദര്യമുണ്ടോ, ഓക്ക് എന്നെക്കാട് വിദ്യാഭ്യാസമുണ്ടോ, എന്താ ഓക്ക് കൂടുതലുള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം മുർത്തസിം പറയും, ഓളെന്തായാലും നിന്നെ പോലെ ഇങ്ങനെ വന്ന് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാണ്ട് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഹയനെ അവിടുന്ന് പുറത്താക്കും. അവൻ്റെ റൂമിൽ നിന്ന് മുർത്തസിം ഖാൻ പുറത്താക്കും. പിന്നെ നമ്മൾ കാണുന്ന മീറബിൻ്റെ സൈഡാണ്. മീറബിൻ്റെ അടുത്ത് അവളുടെ അച്ഛൻ വന്നിങ്ങനെ ചോദിക്കും,
എന്തായി തീരുമാനം എന്തായെന്നൊക്കെ ചോദിക്കും. അന്നേരം മീര പറയും എൻ്റെ തീരുമാനത്തിൽ വല്ല മാറ്റമൊന്നുമില്ല, എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് ഓനെന്തോ ഒരു കുറവ്, അത് നീ പറയാമെന്നൊക്കെ ഇങ്ങനെ മുർത്തസിമിന് എന്തോ ഒരു കുറവ്. കാരണം ഓൻ ബിസിനസ് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഓൻ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ നിനക്ക് എന്താ ഉള്ള പ്രശ്നം എന്താണെന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്യോളാം. അന്നേരം അച്ഛൻ ഇത് എൻ്റെ ലൈഫിൻ്റെ മെയിൻ ഡിസിഷനാണ്, അത് എനിക്ക് എടുക്കാനുള്ള ഇതും കൂടെ എനിക്കില്ല. അതും അച്ഛനൊരു ലോയറാണ്, അതൊക്കെ ഇങ്ങനെ പറയും. അന്നേരം അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ ഇനി വേറെ ആരെങ്കിലും ഇഷ്ടമാണോ, ഞാൻ ഇത്രയും കാലം നിന്നെ വളർത്തിയിട്ട് ഞാൻ നിനക്ക് തന്ന ഫ്രീഡം നീ അത് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് അതിനുള്ള ഇതാണോ, അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അന്നേരം ഇവളിതും കൂടെ കേട്ടാലും ഭയങ്കര ഇതായി. അച്ഛൻ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു, ഞാൻ നിങ്ങൾ ഇതുവരെ തന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത് അത് ഞാൻ ഇതുവരെ മിസ്യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾ വളർത്തിയതിൻ്റെ ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. പിന്നെ അച്ഛൻ ഇങ്ങനെ പറയും പിന്നെ എന്താണക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഫോഴ്സ് ചെയ്യുമായിരിക്കും. അങ്ങനെ മീരബിനാണെങ്കിൽ ഭയങ്കര സങ്കടം, മീരബ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. പിന്നെ എന്തെങ്കിലും ആക്കി ഇത് കല്യാണം എന്തെങ്കിലും മുടക്ക് തന്നെ വേണം, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതിൽ ഇവളിങ്ങനെ നോക്കിക്കും. അന്നേരമാണ് മുർത്തസിം വീണ്ടും വീട്ടിലേക്ക് വരുന്നത്. മുർത്തസിമിനെ കണ്ടതും അവൾ നേരെ മുർത്തസിമിൻ്റെ അടുത്തേക്ക് പോകും. നേരം അവിടെ മെയ്ഡും മുർത്തസിമിന് വെള്ളം കൊടുക്കാൻ വന്നിട്ടുണ്ടാവും, അത് മീരബ് എടുത്ത് കൊടുക്കും. മീരബ് എടുത്തിട്ട് മുർത്തസിമിന് വന്ന് കൊടുക്കും. എന്നിട്ട് മുർത്തസിമിൻ്റെ അടുത്ത് മീരബ് ഇങ്ങനെ പറയും എനിക്ക് നിൻ്റെ ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയും. മുർത്തസിമാണെങ്കിൽ വെള്ളം വാങ്ങിയിട്ട് പറയും പറഞ്ഞെന്ന് പറയും. അന്നേരം മീരബ് പറയും ഇവിടുന്നല്ല പ്രൈവറ്റായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം മുർത്തസിം ഖാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് മുർത്തസിമിൻ്റെ അമ്മ കയറി വന്നു. എന്നിട്ട് അമ്മ ആണെങ്കിൽ മീരബിനെ ഇങ്ങനെ പറയാം, ഇപ്പോഴേ എല്ലാം അറിഞ്ഞ് ഓളെ എടുത്തു തുടങ്ങി, നല്ല മോൾ, നല്ല ഗുഡ് ഗേളാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഓളെടുത്ത് പറഞ്ഞു നീ പോയി മുർത്തസിമിന് ഒരു നല്ല ചായ ഇട്ട് വാ, കാരണം മുർത്തസിമിന് ഭയങ്കര ഇഷ്ടമാണ് ചായ എന്നൊക്കെ പറഞ്ഞു. അന്നേരം അവൾ എന്നും പറഞ്ഞ് ഉളങ്ങ് പോവും, ഇഷ്ടമല്ലേ എന്നുള്ളൊരു രീതിയിൽ ഉളങ്ങ് പോവും, ഇടാൻ പോവും, ചായ ഇടാൻ പോവും. അന്നേരം മുർത്തസിമിൻ്റെ അമ്മ ചോദിക്കും എന്താണ് എൻ്റെ ഡിസിഷൻ എന്ന് ചോദിക്കും. അന്നേരം മുർത്തസിം പറയും എൻ്റെ ഡിസിഷൻ വല്ല മാറ്റമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു, നീ കണ്ണില്ലേ മീരബിനടക്കം മാറ്റം വന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ കാണിക്കുന്ന ഹായ ആണെങ്കിൽ അവളുടെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് മിററിൽ ഇങ്ങനെ മുർത്തസിമിൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതുകയാണ്. കിളി പോയി എന്ന് പറഞ്ഞാൽ കിളി പോയ അവസ്ഥയിലാണ് ഹായുള്ളത്. കാരണം ഓൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മുർത്തസിമിനെ. ഓൾ ഈ ഒരു പോസ്റ്റിലെത്തും, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ മുർത്തസിമിനെ ഇങ്ങനെ കണ്ട് വളരുന്നത് ഓൻ എൻ്റെ ഹസ്ബൻഡ് ആവും എന്നുള്ള രീതിയിലാണ് ഹായ നടക്കുന്നത്. പെട്ടെന്ന് ഇതൊന്നും ഇല്ലാണ്ടാവുന്ന നേരം ഭയങ്കര സങ്കടം. ഓളെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ അമ്മ വന്ന് ചോദിക്കും എന്താ മോളെ എന്താ പ്രശ്നം എന്ന്. അന്നേരം മറിയം പറയും അത് ഓളെ അമ്മയും അച്ഛനെയൊക്കെ ഓർമ്മ വന്നിട്ടാണ്, കുറേ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ മറിയ കള്ളം പറയും. അന്നേരം അതൊക്കെ പറഞ്ഞാൽ അമ്മയും ഒക്കെ അങ്ങ് പോകും. പിന്നെ മീരബാണെങ്കിൽ ചായ കൊടുക്കാൻ വരുന്ന സീനാണ് കാണിക്കുന്നത്. മുർത്തസിം കൈ കെട്ടിയതും മീരബാണെങ്കിൽ ആസ് യൂഷ്വൽ ഇവർ എപ്പോഴും തമ്മിൽ കണ്ടാലും ഓടിയല്ലേ, അങ്ങനെ മീരബ് നേരെ ആ കപ്പിലെ ചായ മീരബ് കുടിക്കും. മുർത്തസിം ആണെങ്കിലോ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരിക്കുമല്ലോ, കാരണം ഇവരെ എപ്പോൾ കണ്ടാലും അടിയാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. എന്നിട്ട് മീരബ് നേരെ കാര്യത്തിലേക്ക് കിടക്കും. എന്നിട്ട് മീരബ് പറയും എനിക്കെന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല, നമ്മൾ തമ്മിൽ എന്തായാലും ഒരു കമ്പാറ്റബിലിറ്റിയും ഇല്ല, എനിക്ക് കാണാൻ പോലും മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ, അതിലേക്കാളും വലിയ എന്തെങ്കിലും പ്രശ്നം തമാശ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ മീരബ് ഇങ്ങനെ പറയും. അന്നേരം ഇവനാണെങ്കിൽ മുർത്തസിം ആണെങ്കിൽ ഓക്കെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ, മുർത്തസിമിനും കണ്ടില്ലല്ലോ ഈ ഒരു കല്യാണം നടക്കുന്നത്, ഓക്കെ. അന്നേരം മീരബ് പറയും നീ പോയി ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കണം, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമില്ല എന്നൊക്കെ പോയി പറയണം എന്നൊക്കെ പറയും. അന്നേരം മുർത്തസിം പറയണം ഞാനെന്തിനു പറയണം, അങ്ങനെ നീ അല്ലായിരുന്നു ഇവിടുത്തെ പുലിക്കുട്ടി, എന്തേ ഇപ്പം പേടിയാണോ എന്നൊക്കെ ഇങ്ങനെ മീരബിൻ്റെ അടുത്ത് ചോദിക്കും. അന്നേരം മീര പറയും എനിക്കൊരാളെയും പേടിയില്ല എന്ന് പറയും. അങ്ങനെ അൻവർ അങ്കിളും മീരബിൻ്റെ അച്ഛൻ വക്കാസും അമ്മയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മീരബ് നേരെ കയറി വന്നിട്ട് ഈ കല്യാണം നടക്കത്തില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ ഒരു കല്യാണം നടക്കാനേ താല്പര്യമില്ല, എനിക്ക് മുർത്തസിമിനെ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറയും. അന്നേരം ഇവർക്കൊക്കെ ഇതെന്താ ഒരു ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ ഇത് കാണിക്കുന്നത്. അന്നേരം വക്കാസ് പറയും നീ കയറിപ്പോ, നീ ഇവിടെ ഒന്നും സംസാരിക്കേണ്ട, നിൻ്റെ അഭിപ്രായം ഇവിടെ ഇപ്പം പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ഇവൾ പറയും എന്താ അച്ഛാ ഞാൻ പറയുന്നില്ല, എനിക്ക് എന്തായാലും ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവൾ ഇറങ്ങിപ്പോവും. അന്നേരം വക്കാസ് ആണെങ്കിൽ കുറച്ചുകൂടെ ടൈം താന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മേനെ അങ്കിളിനെ ഹെയർ റൂമിലാക്കിയിട്ട് അവർ പോകും.
കുറച്ച് കഴിഞ്ഞൊരു അവരുടെ വീട്ടിലെ ഒരു കാറും എടുത്തിട്ട് നമ്മുടെ മീരവ് നേരെ കാറ് എടുത്തു പോവും. അത് കണ്ട് നമ്മുടെ വേലക്കാർ നേരെ അമ്മേൻ്റെ അടുത്ത് വന്ന് പറയും മീരബു അങ്ങ് പോയിട്ടുണ്ട് എന്ന് പറയും. അന്നേരം മീരവ് ഈ അമ്മയും അങ്കിളും കൂടെ വന്ന് വക്കാസിൻ്റെ ചീത്ത പറയും. ലൈക്ക് നീ വളർത്തിയതിൻ്റെ ഗുണമാണ് എന്നൊക്കെ പറയും. മീരബാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മുർത്തിസിം നേരെ ഇവളെ വയ്യെ വണ്ടി എടുത്ത് പോകും. അങ്ങനെ മുർത്തിസിം ഉള്ള വണ്ടി കണ്ട് എന്നിട്ട് നിർത്താനുള്ള രീതിക്ക് ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ മീരബാണെങ്കിലോ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അവസാനം മീരബിൻ്റെ വണ്ടി ഒരു ആക്സിഡൻറ്റിലാവും. ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റും. അവിടെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത ഇനി എന്താവുമെന്ന് നമുക്കപ്പോൾ കാണാം. ബൈ.